എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചിട്ട് ആരും നിരാശരായി പോയിട്ടില്ല. ആ അമ്മയോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും കരുതുവാനും കാക്കുവാനും പരിശുദ്ധ അമ്മ എന്നും കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ഈ ജീവിതങ്ങളെല്ലാം പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോൺസൺ, മാട്ര ഇടവക, വീട്ടുപേര് കല്ലൂക്കുളങ്ങര എന്നാണ്. തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഒരു സഹോദരനാണ്. ഇന്ന് ശുശ്രൂഷ മേഖലയിലാണ് ഞാൻ ഉള്ളത്. IMS ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലും തെരുവുകളിലും ദേവാലയങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തെരുവിൽ ആരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞെടുക്കുന്ന മാനസിക രോഗികളെ അവരെ തെരുവിൽ നിന്നെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ കോളേജ് സ്കൂളുകളിലൂടെ ബോധവൽക്കരണ സെമിനാറുകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏകദേശം 10 വർഷക്കാലമായി ഈ ശുശ്രൂഷ മേഖലയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എത്ര പറഞ്ഞാലും തീരത്തില്ല. പരിശുദ്ധ അമ്മയുടെ അനുഭവം ഞാൻ ഒരു കാര്യം നിങ്ങളിവിടെ സൂചിപ്പിക്കുകയാണെങ്കിൽ, അമ്മയെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രത്യേക ഒരു സംഭവം എൻ്റെ അമ്മയാണ് കാരണം. എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ എന്നോട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ കുറിച്ച്, ലൂർദ് മാതാവിനെ കുറിച്ച് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ലൂർദ് മാതാവിനെക്കുറിച്ച് അമ്മ പറഞ്ഞു തരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതായത് 10-16 വയസ്സ് വരെ വിക്കുള്ളൊരു സഹോദരനായിരുന്നു. കാരണം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പറയണമെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ള പിള്ളേരിൽ നിന്ന് ഇടിയും മേടിക്കാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു വരുന്നതിന് വേണ്ടി അമ്മ പറഞ്ഞു തരുന്നൊരു പ്രാർത്ഥനയുണ്ട്. കുളിരാൽ വരയ്ക്കുന്ന കുഞ്ഞുണ്ണി നിന്നെ ഞാൻ മുത്തുന്നു, കുളിരാൽ വരയ്ക്കുന്ന കുഞ്ഞുണ്ണി നിന്നെ ഞാൻ മുത്തുന്നു എന്ന് പറഞ്ഞ് അമ്മ എനിക്കിങ്ങനെ പറഞ്ഞു തരും. ആ ഒരു പ്രാർത്ഥന ഞാൻ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞാനത് ചൊല്ലിക്കൊണ്ട് പോരും. വീട്ടിൽ വരുമ്പോൾ മമ്മി ചോദിക്കും, ഇന്ന് ഞാൻ പറഞ്ഞു തന്ന പ്രാർത്ഥന ചൊല്ലിയോ? ഞാൻ പറയും ചൊല്ലി മമ്മി എന്ന് പറയും. ഇന്ന് പിള്ളേരെ അടിച്ചില്ലെന്ന് പറയും. പക്ഷേ ഓരോ ദിവസവും ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വരും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ മമ്മി പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ലൂർദ് മാതാവിനെക്കുറിച്ച് പറയും. ലൂർദിൽ നടന്ന ആ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. ലൂസി, ഫ്രാൻസിസ്, ലസീന്ത, ഈ 3 കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട അനുഭവത്തെക്കുറിച്ച് മമ്മി എനിക്ക് ഇരുന്ന് പറഞ്ഞു തരും. ഒത്തിരി ആ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയും ആ കുഞ്ഞുങ്ങളെ ജീവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കടന്നു വന്ന അനുഭവങ്ങളൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഭവം എനിക്കുണ്ടായത് ഞാൻ അല്പം വലുതായതിനു ശേഷമാണ്. അതായത് ബാംഗ്ലൂർ ബിസിനസ് മേഖലയിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ശിവാജി നഗറിൽ വെച്ചിട്ട് എനിക്ക് ഒരു ഓട്ടോ വന്ന് എനിക്കിത് ഇടിക്കേണ്ട വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ആ ഓട്ടോയിൽ നിറച്ചും സ്കൂൾ കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ റോഡ് ക്രോസ് കിടക്കുമ്പോൾ ഓട്ടോറിക്ഷ നേരെ എനിക്കിട്ട് വന്ന് എൻ്റെ ഈ ഭാഗം കൂട്ടി എനിക്കിട്ട് അടിച്ചു. പക്ഷേ ഞാൻ വീഴുകയോ മറിയോ ഒന്നും ചെയ്തിട്ടില്ല. വലിയൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഓട്ടോറിക്ഷ പോയിട്ട് ആ കുഴിയിലേക്ക് പോയി മറിഞ്ഞ് ഒരു സൈഡ് കുത്തി വീണു. പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചാടി സൈഡിലേക്ക് പേടിച്ച് വിറച്ച് നിൽക്കുക. കാരണം എന്നെ വന്ന് ആരെങ്കിലും വഴക്ക് പറയുമോ? കാരണം ഓട്ടോറിക്ഷ അങ്ങ് ചെരിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് വലിയ ഭയം തോന്നി. പക്ഷേ അവിടെ നിന്നവരെല്ലാം നോക്കുന്നുണ്ട്. ഈ വണ്ടി ഇടിച്ച് ആ പയ്യൻ എവിടെയെന്ന് ആൾക്കാരെല്ലാം തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഞാൻ ആ ആൾക്കൂട്ടത്തിൽ മാറി നിൽക്കുക. അപ്പോൾ അവിടെ നിന്നൊരു സ്ത്രീ പറഞ്ഞു, ആ കൊച്ചിനിട്ടാണ് ഇടിച്ചതെന്ന് പറഞ്ഞു. ആൾക്കാർ ഓടി നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, മോൻ എന്തെങ്കിലും പറ്റിയോ? ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ച് പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിന് ഓട്ടോറിക്ഷ ഡ്രൈവർ വന്ന് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം വേഗം വാടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പെട്ടെന്ന് ഓടുക. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ഈ ബാഗും പിടിച്ചുകൊണ്ട് ഞാൻ ഓടുമ്പോൾ ഈ ബാഗിൻ്റെ അകത്തുനിന്ന് ഏകദേശം നല്ല മുഴുത്ത കൊന്തയായിരുന്നു. ആ കൊന്ത ഇങ്ങനെ വാൾ പോലെ എൻ്റെ മേത്ത് കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിബ് തുറന്ന് ഈ കൊന്ത, അതായത് ഒരു 2 മണി മാത്രമേ ഉള്ളൂ ബാഗിൻ്റെ ഉള്ളിൽ, ബാക്കി കൊന്ത മൊത്തം പുറത്താണ്. അപ്പോൾ വണ്ടി ഇടിച്ചപ്പോൾ ഈ കൊന്തയാണ് എൻ്റെ ഓട്ടോറിക്ഷയ്ക്കിട്ട് അടിച്ചത്.
എൻ്റെ ശരീരത്ത് തട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി റൂമിലിരുന്ന് ഒത്തിരി നോക്കി എവിടെയാണ് എനിക്കിട്ട് വണ്ടി ഇടിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എനിക്ക് ജപമാലയാണ് അത് താങ്ങിയത്. കാരണം ജപമാല ഒറ്റ അടിക്ക് ആണ് അത് എനിക്കൊരു ആക്സിഡൻ്റ് ഇല്ലാതെ ആ വണ്ടിയിലുള്ള മക്കൾക്കും കുഴപ്പമില്ലാതെ അതിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ട് വലിയ അനുഭവം ഉണ്ടായി. ജീവിതത്തിൻ്റെ തന്നെ ദിശ മാറ്റാവുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഇടപെടുന്ന അനുഭവം ദർശിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ഇടപെട്ട അനുഭവം ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. മെയ് മാസം ഒരു അനുഭവം എനിക്കുണ്ടായി. ആ അനുഭവം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഉച്ച സമയത്ത് എൻ്റെ ഭവനത്തിൽ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുക, റൂമിനുള്ളിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് ഇവിടെ ഹോളിംഗ് ബെല്ലടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഒരു ആകാശ നീല സാരി ഉടുത്ത ഒരു സൗന്ദര്യവതിയായ സ്ത്രീ. ആ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചതാണ് എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കുമെന്ന്. അപ്പം ഞാൻ ഓർത്തു ഇതിലെ വഴിയൂടെ പോകുന്ന ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം എൻ്റെ കയ്യിൽ കൊടുക്കുവാൻ വേണ്ടി കയ്യിൽ പൈസയൊന്നും ആ കയ്യിലില്ലായിരുന്നു. വീണ്ടും എന്നോട് ആ സ്ത്രീ ചോദിച്ചു, എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കാമോ? അപ്പോൾ ഞാൻ ഏത് മക്കളാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുവാണ്, വേളാങ്കണ്ണി അറിയോ? ഞാൻ അറിയും. മാതാവിനെ അറിയോ? അറിയും. എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി കൊടുക്കാം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ സ്ത്രീ ചോദിക്കുന്ന ഇങ്ങനെയാണ്, എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ആ സ്ത്രീ എന്നോട് ഇങ്ങനെ പറയുകയാണ്, വാഹനങ്ങളൊക്കെ മുറ്റത്ത് വരും, വീടൊക്കെ മനോഹരമാക്കും. അന്ന് വീടെന്ന് പറഞ്ഞാൽ മൊത്തം കുഴിയാന പിടിച്ച് പൊടിപടലങ്ങളാണ് മൊത്തം കിടക്കുന്ന വീടാണ്. ഭയങ്കര ഒരു ഡിസോർഡറായിട്ട്, കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ ജലദോഷവും പനിയൊക്കെ എല്ലാ രോഗവും ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര പൊടിപടലങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ആ സ്ത്രീ പറയുന്നത്, വീടൊക്കെ മനോഹരമാക്കും, മുറ്റത്ത് ഒത്തിരി വാഹനങ്ങൾ വരും, എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കുമോ? ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറയുകയാണ്, സന്തോഷമായി പോകും, സഹനങ്ങളൊക്കെ വന്നാലും മുറുകെ പിടിച്ചോ, മാതാവുണ്ട് എന്നൊക്കെ മാതാവിനെക്കുറിച്ച് തന്നെയാണ്, വേളാങ്കണ്ണി മാതാവിനെക്കുറിച്ച് തന്നെയാണ് എന്നോട് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ ഓർത്തു വേളാങ്കണ്ണി എന്ന് വന്ന നേർച്ച മേടിക്കാൻ വന്ന ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നല്ല സൗന്ദര്യവതിയായ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കയ്യിൽ ബുക്കോ പേനയോ പാണ്ടക്കെട്ടോ ഒരു മാലയോ ഒന്നുമില്ല. നല്ല കുളിച്ചിട്ട് മുടിയിൽ നിന്ന് വെള്ളം എങ്ങനെ വീഴുന്നുണ്ടോ എന്ന് വെച്ചാൽ വീഴുന്നില്ല, ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. അതേ രീതിയിലാണ് നല്ല മെടഞ്ഞുടുത്തതുപോലെ സാരി ഉടുത്തിട്ടാണ് ആ സ്ത്രീ കയറി വന്നത്. ഒരു പുറത്ത് കണ്ടാൽ ഇങ്ങനെ ഒരു നേർച്ചയ്ക്ക് വരുന്ന പോലെ ധർമ്മം തണ്ണാൻ പോകുന്ന സ്ത്രീ അത് കണ്ടാൽ തോന്നില്ല. ആ സ്ത്രീ, ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇത്ര നല്ല സൗന്ദര്യമുള്ള സ്ത്രീ എന്തിനാപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ കയറി നടക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ആ സ്ത്രീ ഇവിടെ ഇരുന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിരുന്നാണ് സ്ത്രീ എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ കുറേ നേരം എന്നോട് പറഞ്ഞപ്പോൾ എന്നാൽ ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ വരും, വീടൊക്കെ മനോഹരമാക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 20 രൂപയുടെ നോട്ടുണ്ട്. അത് വൈകിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ, അതിന് ആ നോട്ട് ഞാൻ ആ കയ്യിൽ വെച്ചിരുന്നു. പക്ഷേ ആ സ്ത്രീ ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ നോട്ട് കൊണ്ട് കൊടുക്കുക. അപ്പോൾ ആ സ്ത്രീ ഇരിക്കുന്ന ഇവിടെയാണ്, ഞാൻ ഇരിക്കുന്ന കസേരയിലായിരുന്നു. ഞാൻ ഏറ്റുപോയി ആ 20 നോട്ട് എടുത്തുകൊണ്ട് ആ സ്ത്രീക്ക് ഇങ്ങനെ കൊടുത്തു. ആ കൊടുക്കുമ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു, പൈസ എൻ്റെ ഇത് മേടിക്കുന്നില്ല, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇത് മേടിക്ക് എന്ന് ഞാൻ ചേച്ചി പറയുന്നുണ്ട്. വീണ്ടും ആ ചേച്ചി പറയുകയാണ്, എൻ്റെ മക്കൾക്ക് കൊടുക്കുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി എൻ്റെ ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയെ പിടിപ്പിക്കാൻ ചേച്ചിയുടെ കയ്യെ പിടിപ്പിക്കാൻ ഞാൻ തുടങ്ങുന്ന സമയം ഞാൻ ഉടുത്തിരുന്ന ഒരു പോളിസ്റ്ററിൻ്റെ മുണ്ടാണ്. ആ മുണ്ട് ഇങ്ങനെ ഒരു അഴിയുന്നത് പോലെ ഞാൻ മുണ്ട് ഇവിടെ, ചേച്ചി ഇവിടെയാണ് ഇരിക്കുന്നത്, അപ്പം ഞാൻ നേരെ അങ്ങോട്ട് തിരിഞ്ഞ് ഈ മുണ്ട് ഇങ്ങനെ ഉടുത്തു. ഇന്നാ ചേച്ചി എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഇവിടെ ഇല്ല, ഇതെങ്ങോട്ട് പോയി പെട്ടെന്ന് കാണുന്നില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടം ഇത് വീടിൻ്റെ ആ സൈഡിലേക്ക് ഓടി. അപ്പോൾ വീടിൻ്റെ വട്ടം വന്ന് ഓടി, ആ സ്ത്രീ എങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി. വീണ്ടും ഞാൻ പെരക്കകത്ത് കയറിയിട്ട് കണ്ടില്ല. അപ്പോൾ എൻ്റെ ഭാര്യ അടുക്കള എന്ത് ജോലിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടി ഇവിടുന്ന് പെണ്ണുങ്ങൾ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. അവിടെ തന്നെ നിങ്ങളുടെ കൂടെ അവിടെ ഇരിപ്പുണ്ടല്ലായിരുന്നല്ലോ, ഇന്ത്യ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അത് ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു.
ഞാൻ ഇറങ്ങിയിട്ട് ഈ മുണ്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഓടി മുകളിലേക്ക് ഒരു 50 മീറ്റർ ഈ റോട്ടിൽ കൂടി മുകളിലേക്ക് ഓടി, കാണുന്നില്ല. താഴേക്ക് ഓടി, കാണുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വീടുണ്ട്. ആ വീട്ടിലേക്ക് മമ്മി ഇങ്ങനെ ഒരു സ്ത്രീ വന്നു ചോദിച്ചു, എന്താ മോനെന്ന് ചോദിച്ചു. ഒന്നുമില്ല, വന്നു ചോദിച്ചു. വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചു, ആ ദിവസങ്ങളിൽ അന്വേഷിച്ചു, അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചത്, എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയല്ലോ. ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം പിന്നെ ഞാൻ എൻ്റെ ബിസിനസ് മേഖലയിലാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഏകദേശം 2010 ജൂലൈ മാസമായപ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ, അന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ വീട്ടിലിരിക്കുമ്പോൾ ഒരു അശരീരി ശബ്ദം ഞാൻ കേൾക്കുകയാണ്. നീ മരിക്കാൻ പോവുകയാണ്, നീ ഒരുങ്ങുക. ഞാനത് കേട്ടപ്പോൾ കണ്ടമാനം എനിക്ക് ഭയമുണ്ടായി. മരിക്കാൻ പോകുകയാണെന്ന് ഒരു ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും മാത്രം ഒരു അസ്വസ്ഥതയുണ്ടായി. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ട് എൻ്റെ പറമ്പിൽ പോയിട്ട് ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അസ്വസ്ഥനായി. ഞാൻ പെട്ടെന്ന് വീണ്ടും ഞാൻ ആ കൗൺസിലിംഗ് ചെയ്യുന്ന ചേച്ചിയെ വിളിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോനെ പാപാവസ്ഥ ഉണ്ടാകാം, മരണഭയം വരുന്നു, ഇത് കുമ്പസാരിക്കാൻ പറഞ്ഞു. ഞാൻ പോയി കുമ്പസാരിച്ചു. മാട്ര എടവപ്പള്ളി പോയിട്ട് ഞാൻ കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും എനിക്കെൻ്റെ അസ്വസ്ഥത പോകുന്നില്ല. കണ്ടമാനം മരണഭയം എൻ്റെ ഉള്ളിൽ വരികയാണ്, കണ്ടമാനം ഭയം വരിക. അങ്ങനെ 2010 ജൂലൈ 11-ാം തീയതി ആയ അന്നത്തെ ദിവസം എനിക്ക് എത്രയും ആ വേദന സഹിക്കാൻ പറ്റാത്ത ശരീരത്തോ മനസ്സിനൊക്കെ ഭയങ്കര നൊമ്പരം. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കമില്ല. 2010 ജൂലൈ 12-ാം തീയതി രാവിലെ ഞാൻ കിടക്കപ്പായ നേറ്റ് വരുമ്പോൾ എൻ്റെ ചെവിയിൽ കേൾക്കുന്നൊരു ശബ്ദം, ഞാൻ വലിയ ശബ്ദമാണ്. ഞാൻ ഭയപ്പെട്ടു പോയി. നീ ഒരുങ്ങുക, ഇന്ന് നിൻ്റെ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്, ഇന്ന് ഡെത്ത്, ഇന്ന് നീ മരിക്കും, ഒരുങ്ങുക. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓടി പ്രയർ റൂമിലേക്ക് പോയി. ഞാൻ അല്പം ഇരുന്ന് കരഞ്ഞു. അപ്പോൾ ഇത് വീട്ടിലെ ഭാര്യയും പിള്ളേരും കാണുമെന്ന് ഓർത്ത് ഞാൻ എൻ്റെ ആട്ടുംകൂടി തൊട്ടപ്പുറത്താണ്, എനിക്ക് ആട് കൃഷി ഉണ്ടായിരുന്നു. ആ ആട്ടുംകൂടി പോയിരുന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ ആത്മാവ് വരെ എടുക്കരുത്, എൻ്റെ ആയുസ് നീട്ടിത്തരണം, ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ വചനം പ്രസംഗിക്കും, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ഞാൻ ആട്ടുംകൂട്ടി കുറേ നേരം ഇരുന്ന് ഒത്തിരി നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കരഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് കയറി വന്ന് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വചനമെടുത്തപ്പോൾ കിട്ടിയ സന്ദേശം ഇതാണ്: മകനെ, സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുക. എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം ഇതാണ്: മകനെ, സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുക. ഈ സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപവാസം എടുത്തിട്ടില്ല. അന്ന് ആ കാലഘട്ടങ്ങളിൽ ഒരു നേരം എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു. അന്ന് രാവിലെ എൻ്റെ ഭാര്യ കൊണ്ടുതന്ന 1/2 ഗ്ലാസ് കട്ടൻ ചായ അതുവരെ ആ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്, ഞാൻ കുടിച്ചില്ല, അസ്വസ്ഥനായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, ഈശോയെ, ഇന്ന് ഞാൻ ഒരു വെള്ളം പോലും കുടിക്കില്ല, പൂർണ്ണമായിട്ടും ഞാൻ ഉപവാസമാണ്, എനിക്കൊന്നും ഞാൻ കഴിക്കാതെ ഇന്ന് നിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഉപവാസത്തിൽ ഞാൻ വീട്ടിലിരിക്കാൻ പ്രാർത്ഥിച്ചിരിക്കാൻ തുടങ്ങുമ്പോൾ, ഞാനന്ന് ബിസിനസ് മേഖലയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നൊരു സംഭവം, ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒത്തിരി സ്റ്റോപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ വാണിപ്പാറ എന്നൊരു സ്ഥലത്ത് ഈ ഇൻഡക്ഷൻ കുക്കർ കൊടുക്കാൻ വേണ്ടി ഒരു ആൻറ്റി വിളിച്ചു. ഇന്നാണ് നിങ്ങൾ ഞങ്ങളെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി തരേണ്ട ദിവസം, നിങ്ങൾ ഇന്ന് കൊണ്ടുപോയി തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോയി തരാം എന്ന് പറഞ്ഞു. അവിടെ വീട്ടിൽ ചെന്ന് ഡെമോ എല്ലാം കാണിച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ കൂട്ടത്തിലുള്ള സഹോദരൻ പറഞ്ഞു, വണ്ടി ഇനി ഞാൻ ഓടിക്കാം, ബൈക്ക് ഇനി ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വട്ടിയാന്തോട് ടൗണിലെത്തിയപ്പോൾ ബസ് വന്ന് ഞങ്ങൾക്കിട്ട് മുട്ടുക. ബസ് വന്ന് ഞങ്ങൾക്കിട്ട് മുട്ടി, ഞങ്ങൾ ബൈക്കും കൂടെ മറിഞ്ഞു കിട്ടി വീണു. എൻ്റെ കാലേക്കൂടാണ് ബസ് കയറിപ്പോയെന്നാണ് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞത്. അത്രയും മാത്രം എൻ്റെ കാലിന് പരിക്ക് പറ്റി. കാലിൻ്റെ ഏകദേശം എൻ്റെ ഏണ് ഇവിടം തൊട്ട് കാലിൻ്റെ ഇവിടം വരെ, മുട്ടിൻ്റെ ഈ താഴെ വരെ ഒടിഞ്ഞു ഞുറുങ്ങി, അതായത് കുറേ കഷ്ണമായിട്ട് ഒടിഞ്ഞു ഞുറുങ്ങി മാംസത്തിൻ്റെ പുറത്തേക്ക് ഈ എല്ല് വരുന്ന രീതിയിലിരുന്നു. അന്നേരത്തേക്ക് എൻ്റെ അടുത്തുള്ള മാട്ടിലുള്ള സഹോദരങ്ങൾ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി വന്നു. അവരെൻ്റെ കാലെ പിടിച്ച് വലിച്ച് രണ്ടും ഒന്നിച്ചാക്കി. ജോൺസാ, നിൻ്റെ കാല് പോയിട്ടില്ല, ഒടിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ലടാന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. കാല് കൂട്ടി ഒന്നിച്ച് പിടിച്ച് എന്നെ ജീപ്പിൽ കയറ്റുമ്പോൾ, ആ ജീപ്പിൽ കയറ്റുന്ന സമയം വരെ എനിക്ക് ഒരു വേദനയില്ല, എന്തോ പോലെ. ജീപ്പിൽ കയറ്റി വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന സമയത്ത്
സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആ വേദന അതിന് വേദനയുടെ അളവ് എനിക്ക് പറയത്തില്ല എങ്ങനെയാണെന്ന്. അത്രയും മാത്രം സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ആ സമയത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി ഷാർട്ടാക്കരുതെന്ന് പറഞ്ഞു. വണ്ടി ഷാർട്ടാക്കാണ്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം വണ്ടിയുടെ ജെർക്കിങ് വരെ സഹിക്കാൻ പറ്റാത്ത വേദന. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഐഗീറിട്ട് പോകാനൊക്കെ പറയുന്നു, വണ്ടി മെല്ലെ പോകാൻ. അങ്ങനെ സഹോദരങ്ങളെ, ഞാൻ അങ്ങനെ അവിടെ നിന്ന് തന്നെ വണ്ടി അവിടെ നിന്ന് ഉളിക്കലെത്തിയപ്പോഴത്തേക്ക് ആ വണ്ടി നിർത്തിയിട്ട് ആംബുലൻസെ കയറ്റാമെന്ന് പറഞ്ഞു. അത്രയും മാത്രം വേദനയാണ്. അവിടെ നിന്ന് അല്പം കൂടെ ഞാൻ എൻ്റെ അമ്മോ എന്ന് വിളിച്ച് കരയുന്ന സമയത്ത് ആ വലിയ വണ്ടിയിൽ നിന്ന് എൻ്റെ തോളിൽ വന്ന് ആരോ തുടർന്നൊരു അനുഭവം എനിക്കുണ്ടായി. സഹിക്കുവാൻ പറ്റാത്ത വേദന സമയത്ത് എൻ്റെ തോളിൽ വന്ന് തുടർന്നൊരു അനുഭവം. ആ തുടർന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഐസ് വെച്ചാൽ തണുക്കുന്ന രീതിയിലുള്ള അനുഭവമാണ്. ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്, ഒരു സ്ത്രീ ശബ്ദം ഞാൻ കേൾക്കുക. ആ സ്ത്രീ ശബ്ദം എന്നിലേക്ക് വന്നിങ്ങനെ മോനെ എന്ന് വിളിച്ചിട്ടുണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തുപോയി, രാവിലെ കേട്ട അതേ ശബ്ദം. പ്രഭാതത്തിൽ ഇന്ന് നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുങ്ങണമെന്ന് പറഞ്ഞു, ലാസ്റ്റ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സഹനം സന്തോഷം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതേ ആ വചനം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്നെ ആ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഭവം, ആ സാന്നിധ്യം എന്നെ എന്തോ ഒരു മഞ്ഞിൻ്റെ അകത്ത് ഐസിൻ്റെ അകത്ത് പൊതിയുന്ന അനുഭവം ഉണ്ടായി. ആ വേദന എനിക്ക് ഒരു നെല്ലിക്ക തിന്നിട്ട് പച്ചവെള്ളം കുടിക്കുന്ന ഒരു രുചി, ആ വേദന സഹിക്കാനുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് റോഡൊക്കെ കട്ടറാണ്. പിന്നെ ഞാൻ പോകുന്നത് എപ്പോൾ ഈശോയെ ഈശോയെ പരിശുദ്ധ അമ്മേ മാതാവേ എന്ന് വിളിച്ച് വായിൽ നിന്ന് വേറെ ഒരു വാക്കും പറയുന്നില്ല. ഈശോയോട് മാത്രം, പരിശുദ്ധ അമ്മയോട് മാത്രം ഞാൻ സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 9 മണിക്കൂർ നേരത്തെ ഓപ്പറേഷന് വിധേയമാക്കി. 9 മണിക്കൂർ ഓപ്പറേഷൻ അതിന് അനുശേഷം ചെയ്തു. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എൻ്റെ ചേട്ടനോട് പറയാം, പിന്നത്തെ വീട്ടിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്. ചേട്ടനോട് പറഞ്ഞു, അവൻ്റെ BP താന്നുപോയി, ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണ്, കാരണം അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ വഷളായിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ എൻ്റെ പെങ്ങൾ ആരാധന മഠത്തിലുണ്ട്. അപ്പോൾ എൻ്റെ പെങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വിളിച്ചു പറഞ്ഞു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കി. അപ്പോൾ ഒത്തിരി മക്കൾ എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ഹോസ്പിറ്റലിൽ ഈ 9 മണിക്കൂർ അൻസേഷ്യ ചെയ്ത് കിടന്നു. ഞാൻ പിന്നെ ഒന്നും അറിയുന്നില്ല. പക്ഷേ 5-ാമത്തെ ദിവസം എനിക്ക് അഞ്ചാമത്തെ ദിവസമാണ് ശരിക്കും ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള ഓർമ്മയും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഇത് വരുന്നത്. ആ സമയത്ത് ഒരു നേഴ്സ് വന്ന് ജോൺസൺ തന്നെ ശരീരത്തിൽ മുട്ടുമ്പോഴാണ് ഞാൻ കണ്ണ് യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത്. അന്നാണ് എനിക്ക് ആരോഗ്യശേഷി തിരിച്ച് എനിക്ക് വന്നത്. അന്ന് തന്നെ ഡോക്ടർ അതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്ത് 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് എന്നെ വീട്ടിലേക്ക് വിടുക. വീട്ടിലേക്ക് വിടുമ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇവൻ്റെ കാല് 2 വർഷത്തേക്കുള്ള കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഓപ്പറേഷനുണ്ട്. കമ്പി ഇടുക തന്നെയല്ല, ഇവൻ്റെ കാലിന് മുട്ടില്ല, ചിരട്ടയുണ്ട്, മുട്ട് പൊടിഞ്ഞു പോയി, അത് എടുത്ത് കളഞ്ഞു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് കാലിന് കമ്പി ഇടുന്ന സമയത്ത് ഇവൻ്റെ ഈ ഏണിൽ നിന്ന് ഒരു മുട്ട്, നമുക്ക് അരയിലൊരു ഇവിടെ ഉണ്ട് സൈഡിൽ മുട്ട്, ആ മുട്ടെടുത്ത് നമുക്കിവിടെ ഫിറ്റാക്കാൻ പറ്റും, അപ്പോൾ അവന് നടക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ അതുവരെ എനിക്ക് തന്നു വിട്ടതൊരു ചതുരത്തിലുള്ള വടി വാക്കർ, അത് കഴിഞ്ഞ് ഒരു സ്റ്റിക്ക് കുത്തിപ്പിടിക്കുന്ന വടി, അങ്ങനെ 2 തന്നു വിട്ടത്. അങ്ങനെ 6 മാസക്കാലം ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടന്നു. അപ്പോൾ 6 മാസക്കാലം ഞാൻ പുറത്തേക്ക് ഇറങ്ങാതെ ഞാൻ എൻ്റെ റൂമിൽ കിടന്നു. 6 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മറ്റേ ചതുരത്തിലുള്ള വടിയെ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഈ പ്രകാശമൊക്കെ ഒന്ന് കണ്ടു, സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെർക്ക്മാ മിനിസ്ട്രിയുടെ ഒരു ധ്യാനം തളിപ്പറമ്പിൽ നടക്കുന്നത്. ആ ധ്യാനത്തിന് ഇവിടെ നിന്ന് ഞാൻ മമ്മിയോടും പപ്പയോടും പറയാതെ ഞാൻ എൻ്റെ കുടുംബത്ത് പറഞ്ഞിട്ട് ഞാൻ പോവുക. അങ്ങനെ ആ ധ്യാനത്തിൽ പോയി. ആ 3-ാമത്തെ ദിവസം ആരാധന സമയത്ത്, വിശുദ്ധ കുർബാന ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറയുവാണ്, ബൈക്ക് ആക്സിഡൻറ്റിൽ കാല് തകർന്ന ഒരു മകന് കാലിന് മുട്ട് ഈശോ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു, അച്ഛനത് വടി കുത്തി വരുന്നത് കണ്ടിട്ട് അച്ഛൻ പറയുന്നത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടായില്ല. ആ സംശയിച്ച നിമിഷം തന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു തോന്നലുണ്ടായി. ടോയ്ലറ്റിൽ പോയി ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ എൻ്റെ കൂടത്തെ ഒരു സഹോദരനും വന്നു, കയ്യെ പിടിച്ച് വന്നു. ഞാൻ വടിയെടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ ടോയ്ലറ്റിൽ ചെന്നു. ടോയ്ലറ്റിൽ പോയി കയറുന്ന സമയത്ത് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, സാധാരണ നാടൻ ക്ലോസറ്റാണുള്ളത്. ആ ക്ലോസറ്റിനകത്ത് കയറി അവിടെ നിന്ന് ഇരിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഇരിക്കത്തില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കാര്യം സാധിക്കണമെന്ന് തോന്നി. പക്ഷേ ഞാൻ ഓടാമ്പലെ പിടിച്ച് നിന്നു, കൈ വിട്ടുപോയി.
കൈ വെള്ളത്തിൽ ഇങ്ങനെ കുത്തുകയും ചെയ്തു. എനിക്ക് അസ്വസ്ഥത ഉണ്ടായി. എൻ്റെ ദൈവമേ, ആകെ മനസ്സിന് അസ്വസ്ഥത. ഞാൻ പെട്ടെന്ന് ഇത് എങ്ങനെ എണീക്കും? അപ്പോൾ ഈ വാതിലെ പിടിച്ച് വീണ്ടും എണീക്കാൻ നോക്കുമ്പോൾ എൻ്റെ കാലിന് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ആ ബാത്റൂമിൽ ഇരുന്ന് ഏക്കുകയും ഇരിക്കുകയും ചെയ്തു. എടാ, എനിക്ക് തന്നെയാണല്ലോ വൈദ്യൻ വിളിച്ചു പറഞ്ഞത്, മുട്ട് ഇല്ലാത്ത മകൻ ഈശോ സൗഖ്യം കൊടുക്കുന്നു പറഞ്ഞ്. അപ്പോൾ ആ ബാത്റൂമിൽ ഇരുന്ന് ഞാൻ കുറേ നേരം ഇരിക്കുകയും ചെയ്തു, റിഹേഴ്സൽ ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയം ഞാൻ കൈ കഴുകി ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ കയ്യെ പിടിച്ച സഹോദരൻ കണ്ട് ഞെട്ടിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വടി ഉയർത്തിപ്പിടിച്ച് 700 പേര് ആ ധ്യാന ക്ലാസ്സിലേക്ക് ആരാധന സമയത്തേക്ക് നമ്മൾ കടന്നു ചെന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഈശോ തന്ന ഈ അനുഭവം അനേക സ്ഥലങ്ങളിൽ നിന്ന് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകം മക്കൾ ഇന്നിത് കാണുകയും അനേകം മക്കൾക്ക് ഈ വിശ്വാസത്തിൽ വരുന്നുണ്ട്. കാരണം മുട്ടില്ലാതെ നമ്മൾ നടക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു എനിക്ക് ഈശോ ഉറപ്പ് തന്നു. കാരണം എൻ്റെ കാലിന് മുട്ടെനിക്കില്ല, പൂർണ്ണമായിട്ടും അത് 2 ഇതായിട്ടുള്ള തൊലിപ്പുറത്താണ് എൻ്റെ കാലുള്ളത്. ഈ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വശത്തേക്കും വട്ടം കറങ്ങും. ഈ കാലുകൊണ്ട് എനിക്ക് കാലിന് മുട്ടുള്ളതുപോലെ ഓടാനും ചാടാനും നടക്കാനും വണ്ടി ഓടിക്കാനും എന്ത് കാര്യം ചെയ്യാനും ഈ കാലുകൊണ്ട് എനിക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ഈ കാലുകൊണ്ട് ഇന്ന് ഞാൻ 2000-ഓളം സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. ഏകദേശം 100-ലേറെ മക്കളെ, മാനസിക അനാഥ രോഗികളെ തെരുവിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ തെരുവിൽ ആരും ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ശുശ്രൂഷയുണ്ട്. അതുപോലെ കൺവെൻഷൻ, ഏകദിന കൺവെൻഷൻ, ക്രിസ്ത്യൻ ധ്യാനം, അങ്ങനെയുള്ള ശുശ്രൂഷ മേഖലയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം 10 വർഷത്തോളമായി ഈ ശുശ്രൂഷ മേഖലയിൽ ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ അമ്മ തൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്നതിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇത്. അമ്മയ്ക്ക് തൻ്റെ മക്കളോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് ഈ അനുഭവം വ്യക്തമാക്കുന്നു. IMS ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ശുശ്രൂഷരെല്ലാവരും കൂടി ബാംഗ്ലൂർ ഇലക്ട്രോൺ സിറ്റിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുക. അത് ഞങ്ങൾ സ്ട്രീറ്റിൽ വചനം പറയാൻ വേണ്ടി ഞങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഉച്ച സമയത്ത് 1 മണിയോളം സമയമായി. ആ സമയത്തോട് ഞങ്ങളുടെ നല്ല വെയിലായിരുന്നു. അങ്ങനെ 4 വരി പാതയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഏകദേശം 100 മൈൽ സ്പീഡിലാണ്, ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഏകദേശം 100 മൈൽ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ ഞങ്ങൾ 4-5 പേരുണ്ട്. വെഹിക്കിൽ ഈ സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഇടത്ത് വശത്ത് നിന്ന് ഒരു അമ്മയും കുഞ്ഞും നിന്ന് ഇങ്ങനെ കൈ നീട്ടി. അത് കൈ നീട്ടിയത് കൊച്ചാണ് ആദ്യം കൈ നീട്ടിയത്. അത് കഴിഞ്ഞ് അമ്മ കൈ നീട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി. ഏകദേശം ഒരു 100 മീറ്ററോളം വണ്ടി വീണ്ടും മുമ്പോട്ട് പോയിട്ട് വണ്ടി അവിടെ നിർത്തി. അപ്പോൾ വണ്ടിയിൽ ഇരുന്നൊരു എന്തിനാ വണ്ടി നിർത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുഞ്ഞു കൊച്ചും തള്ളയും കൂടി കൈ നീട്ടി, നമുക്ക് അവരെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ നല്ലതല്ലേ, നല്ല വെയിലാണല്ലോ, നമുക്ക് അവരെ അങ്ങോട്ട്. അന്നേരത്തെ വണ്ടി ഇരുന്നവർ പറഞ്ഞു, അയ്യോ ഇത് ബാംഗ്ലൂരാണ്, പെണ്ണുങ്ങളെ ഒന്നും വണ്ടിയെ കയറ്റണ്ട. അല്ല, ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളല്ല, കൊച്ചു കുഞ്ഞുണ്ട് എൻ്റെ കയ്യിൽ, നല്ല വെയിലാണ്, അതിനെ നമുക്ക് വണ്ടിയെ കയറ്റണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ബാംഗ്ലൂരിൽ നീ ആരെ കണ്ടാലും വണ്ടി നിർത്തണ്ട, കയറ്റണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഭയങ്കര മനസ്സിന് അസ്വസ്ഥയായി. ഞാനിങ്ങനെ പുറകിലേക്ക് വണ്ടിയുടെ ഗ്ലാസ്സിൽ കൂടി പുറകിൽ നോക്കി. അങ്ങനെ പുറകോട്ട് നോക്കുമ്പോൾ ആ സ്ത്രീയെ കാണുന്നില്ല. അവരെല്ലാവരും നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും ഞാനല്ല, എനിക്ക് തോന്നിയതല്ല, അവർ കൈ നീട്ടിയതാണെന്ന് പറഞ്ഞു. ഒരു അമ്മയും കുഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുറകോട്ട് നോക്കി. അവർ പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും, നീ വണ്ടി വിടാൻ പറഞ്ഞു. അവരെന്നെ, നീ നേരെ ഇവിടെ നിന്ന് ആരെയും കണ്ടാലും വണ്ടി കയറ്റണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ വീണ്ടും അവിടെ വണ്ടി എടുത്ത് മുമ്പോട്ട് വണ്ടി മൂവ് ആകുന്ന സമയത്ത് ഒരു 10-16 വീലുള്ള ഒരു വണ്ടി, വലിയ ലോറി എൻ്റെ വണ്ടിക്ക് മുമ്പിലേക്ക് ഓവർടേക്ക് ചെയ്ത് കയറി ഒരു 25 മീറ്റർ വണ്ടി എൻ്റെ വണ്ടി നീങ്ങിയതേ ഉള്ളൂ. എതിരിൽ നിന്ന് വന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നിന്ന് ഒരു വണ്ടി, അവിടെ 10-16 വീലുള്ളൊരു വണ്ടി മറിഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കയറിയ വണ്ടിക്കിട്ട് വന്ന് ഇടിച്ച് അതിൻ്റെ വെഹിക്കിലെ ആക്സിഡൻ്റ് അടക്കം 4 വീല് ടയർ ഊരി തെറിച്ച് ഇങ്ങനെ ഉരുണ്ട് അങ്ങ് വന്നിട്ട് ആ വണ്ടിയുടെ ഭാഗമെല്ലാം ഒടിഞ്ഞ് ഞുറുങ്ങി റോട്ടിൽ മൊത്തം പുകപടലമായിട്ട് കണ്ടു. ഞങ്ങൾ ഭയന്നു പോയി. സംഭവം തന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. വണ്ടി ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്, ഒന്നും ഭയങ്കര ശബ്ദത്തിൽ. ഞാൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. വണ്ടി മുമ്പോട്ട് നീങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഇറങ്ങി നോക്കുമ്പോൾ
2 ലോറി അപ്പർ സൈഡിൽ ലോറി മറിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് വണ്ടി വന്ന് ഈ ലോറിക്കിട്ട് ഇടിച്ച് തകർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ആ സമയത്ത് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയാണ് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പൊടി ഉണ്ടാകില്ല. കാരണം ഒരു 2 മിനിറ്റിൻ്റെ സമയം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ആ അമ്മയും കുഞ്ഞും കൈ നീട്ടി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ 100% നമ്മൾ ആരും ഇവിടെ ജീവിക്കില്ല, തകർന്നു പോകുമെന്ന് പറഞ്ഞു. എന്നെ ആ മരണത്തിൽ നിന്ന് അമ്മ രക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ഉണ്ടാകില്ല. അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിരുന്നു. അന്ന് തൊട്ട് ഒരിക്കലും ഞാൻ ഈ ജപമാല കയ്യിൽ നിന്ന് ഒഴിവാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കയ്യിൽ ഏകദേശം ശുശ്രൂഷ തുടങ്ങിയ കാലം തൊട്ട് കെട്ടിയ ജപമാലയാണ്. ഇതെന്ന് ദ്രവിച്ച് പൊട്ടിപ്പോകുന്നു അന്ന് ഞാൻ പൊട്ടിച്ച് കളയുള്ളൂ. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും, രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒറ്റയ്ക്ക് പറമ്പിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കും, അമ്മയെന്ന് മാത്രമാണ്. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഓരോ ദിവസവും എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞു തരുന്നത്. അമ്മേ എന്ന് ഉറക്കെ വിളിച്ചാൽ അമ്മ ഓടിവരും എന്ന് ഈ ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപകടങ്ങളിലും അനർത്ഥങ്ങളിലും നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന സ്നേഹമയിയായ അമ്മയെയാണ് ഇദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെറുപ്പത്തിൽ ഞാൻ കർണാടക ഫോറസ്റ്റിൽ പശുവാതി എന്ന് പറഞ്ഞ ഒരു വസ്തുവുണ്ട്. പശുവാതി അതൊരു ജാതിപത്രി, നമ്മൾ നാടൻ നമ്മൾ ജാതിപത്രി ഉണ്ട്, അതിൻ്റെ കാട്ടിലെ സാധനമാണ് പശുവാതി. അത് വലിയ മരമാണ്. അത് പറിക്കുവാൻ, അത് കർണാടക ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി അത് പറിക്കുന്ന അവർക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ആ പശുവാതി പറിക്കുവാൻ വേണ്ടി ഞങ്ങൾ 4-5 പേര് പോയി. അത് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ വലിയ മരത്തെ കയറും. വലിയ മരത്തെ കയറുന്നത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പശുവാതി പറിക്കാൻ പോയത്. അപ്പോൾ അത് പറിക്കാൻ ഞങ്ങൾ പോകുന്നത് ഈ 4-5 പേര് പോയി മരം വെച്ച് കെട്ടി ഞാൻ അതിൽ കയറാൻ ശ്രമിച്ചു. അങ്ങനെ മരം കെട്ടി ഏകദേശം ആ മരത്തിൻ്റെ 3/4 ഭാഗവും ഞാൻ വലിഞ്ഞ് ഈ വെച്ച് കെട്ടിയ മരത്തേക്കൂടെ കയറി മണ്ടേ ചെന്നു. അവിടുന്ന് ഏകദേശം ഒരു 10 മീറ്ററോളം വീണ്ടും ഈ വെച്ച് കെട്ടില്ലാതെ, അതായത് വേറെ മരം വെച്ച് കെട്ടാതെ വലിഞ്ഞ് കയറണം. അതായത് ഇങ്ങനെ പിടിച്ച് കയറണം. അങ്ങനെ പിടിച്ച് കയറുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വട്ടമൊന്നും എത്തത്തില്ല. ഞാനിങ്ങനെ പിടിച്ച്, അതായത് ഈ അരണ കയറുന്നത് പോലെ ഇങ്ങനെ കയറുക. അപ്പോൾ ഏകദേശം ഒരു 4-5 മീറ്റർ മുകളിലേക്ക് ഞാൻ നിൽക്കുന്ന, അതായത് കെട്ടിവെച്ച മരത്തിൽ നിന്ന് 4-5 മീറ്റർ ഉയരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു മുഴയുണ്ട്. അതായത് ഗർഭിണികളുടെ ഒരു വയറ് പോലെ, ഇല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന ഒരു മുഴ. ആ മുഴയിൽ പോയി ഞാനിങ്ങനെ കയറിപ്പോയി. എനിക്ക് താഴേക്ക് ഇറങ്ങത്തില്ല, മുകളിലേക്കും കയറാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ കുറേ നേരം നോക്കി. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ തെറ്റി താഴേക്ക് പോകും, മുകളിലേക്കും കയറത്തില്ല. എൻ്റെ കൈ കാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, കൈയൊക്കെ വേർത്തു. എനിക്ക് മരത്തെ കയറുന്ന ഒരു തുള്ളി ഭയമില്ലായിരുന്നു. പക്ഷേ അവിടെ പോയി ഞാൻ കുടുങ്ങിപ്പോയി. എനിക്ക് മുകളിലേക്കും കയറത്തില്ല, താഴേക്കും കയറത്തില്ല. ഞാൻ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ താഴെ നിൽക്കുന്നവരെല്ലാവരും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അവർ നിസ്സഹായരായി നോക്കി നിൽക്കുക. അവരൊന്നും മിണ്ടുന്നില്ല എൻ്റെ ഈ കളി കണ്ടിട്ട്. ഞാൻ മുകളിലേക്കും താഴേക്കും ഞാൻ ആകെ അസ്വസ്ഥനായി. പിന്നെ ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് മനസ്സിൽ വന്നത്, തൊട്ടടുത്തൊരു മരമുണ്ട്, ആ മരം ഒന്ന് വെട്ടി ചായ്ക്കുവാണെങ്കിൽ ആ മരത്തെ കയറി പിടിക്കാമായിരുന്നു. ഞാൻ നേരിട്ട് പോകുന്നതിനേക്കാളും ഭേദം ആ മരവും കൂടി താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ കിട്ടും. കൈ വിട്ടു പോയാൽ അത്രയോ ദൂരം, അതായത് എത്ര ദൂരമുണ്ടെന്ന് പറയത്തില്ല, മൊത്തം പാറക്കല്ലാണ്, തകർന്ന് പൊടിഞ്ഞൊരു എടുത്തുകൊണ്ട് പോകാൻ കൊട്ടയ്ക്ക് ഒരുക്കണം, അതുപോലെ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. ഇതൊന്നും നടക്കുന്ന കേസല്ല, മരം വെട്ടിയിടുന്ന കേസോ അവർക്ക് എന്നെ വന്ന് രക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ ആ മുഴയിരുന്ന് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ ഞാൻ ഒറ്റ വിളിയാണ്. ഞങ്ങളുടെ മാട്ര സെൻറ്റ് മേരീസ് ദേവാലയം മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, മാട്ര മാതാവേ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ അമ്മേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. അത് താഴെ നിന്നവരെല്ലാം കേട്ടു. പരിശുദ്ധ അമ്മേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. അപ്പോൾ എൻ്റെ കൈയൊക്കെ ശരിക്ക് മരത്തെ തെന്നാൻ തുടങ്ങി. ആ വിളിയോടെ ഏകദേശം താഴേക്ക് പോകുന്ന സമയമായി. എനിക്ക് കൈയും കാലിലും തളർന്നു. പക്ഷേ ആ കൈയും കാലിലൊക്കെ തളർന്ന് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ വേർപ്പുകൾ ഒതുങ്ങിയതുപോലെ തോന്നി, കയ്യിലെ തെന്നൽ വിട്ടതുപോലെ തോന്നി. എനിക്ക് ശരീരത്തിൻ്റെ വിറ, ആ കെലുകൽപ്പ് മാറി.
ഒരു ധൈര്യം തന്നിട്ട് ഇനി എന്നോട് മനസ്സിൽ ഇങ്ങനെ പറയുന്നു, ഒരു തോന്നൽ മുകളിലേക്ക് കയറാൻ. കാരണം മുകളിലേക്ക് ഇങ്ങനെ നോക്കത്തില്ല, കാരണം ഇങ്ങനെ മുഴ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കത്തില്ല, താഴെ ഇങ്ങനെ നോക്കത്തുള്ളൂ, ഒരിക്കലും കയറത്തില്ല. പക്ഷേ ഈ മരത്തിൻ്റെ കൈ വിട്ടിട്ട് വേക്കോട്ട് വലിഞ്ഞിട്ട് വേണം മുകളിലേക്ക് കയറാൻ. വേക്കോട്ട് വലിഞ്ഞാൽ ഏകദേശം ഒരടിയോളം ഞാൻ മരത്തേന്ന് വിട്ട് പുറകോട്ട് വലിഞ്ഞിട്ട് വേണം ഞാൻ ഉയരങ്ങളിലേക്ക് കയറാൻ, ഇല്ലെങ്കിൽ ഞാൻ അവിടെ താഴേക്ക് വീഴൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരടി ഇങ്ങനെ ചവിട്ടി ഈ തള്ളവിരൽ ഇങ്ങനെ മരത്തെ കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് പുറകോട്ട് കൊണ്ട് ഒറ്റ മുകളിലേക്ക് കയറോ. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വലിക്ക് കൈ ഒരു പൊത്തിലേക്ക്, ഒരു വേടുണ്ടാവും, പൊത്തിലേക്ക് കൈ കിട്ടി. അപ്പോൾ ഞാൻ താഴേക്ക് പിന്നെ ഒരിക്കലും പോരില്ല. എൻ്റെ കൈ മുറിഞ്ഞ് പോകണം, ഞാൻ പോകണമെങ്കിൽ അവിടെ കൈ ഇരുന്നു. എന്നിട്ട് ആ കൈ കൊണ്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് ആ മുഴയുടെ മുകളിൽ കൂടി വലിഞ്ഞ് അതിങ്ങനെ കയറി മണ്ടേ കയറിയിരുന്ന് ഭയങ്കര മീനെ പിടിച്ചിരുന്ന് വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ച് കരയിടുന്ന പോലെ ആ അനുഭവമായിരുന്നു. കുറേ ഇങ്ങനെ കിടന്ന് കിലുകില വിറച്ചു. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഉടുത്തിരുന്ന മരത്തെ എന്നെ കൂട്ടി കെട്ടിവെച്ച് ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, അവിടെ നിന്ന് നീ രക്ഷിച്ച് ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി പരിശുദ്ധ അമ്മയോട് ഞാൻ ഒത്തിരി സ്തുതിച്ചു. കാരണം ആ സമയം പരിശുദ്ധ അമ്മേ എന്ന് വിളിച്ചപ്പോൾ അമ്മ ഓടി വന്ന് എന്നെ തൊട്ട അനുഭവമാണ് എനിക്ക് ആ കർണാടക ഫോറസ്റ്റിൽ നടുവിൽ ആരും രക്ഷിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത വിധത്തിൽ വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ ആലംബമേ, അമ്മേ എൻ്റെ ആശ്രയമേ,